ഹലോ. സ്വാമിനെ കേൾക്കാവോ? തുടങ്ങാം. തുടങ്ങാം. അപ്പൊ എത്രാമത്തെ പേജസ് ആയിരുന്നു ഒന്നുകൂടെ പറഞ്ഞു? നമ്മള് 12 to 16 സമയം. 13 to 16 സമയം കിടന്നായിരുന്നോ? ഇല്ല കിടന്നില്ല. ഇവിടെ എത്തിയപ്പോഴേ 8 മണി കഴിഞ്ഞു. ഇവിടെ ഈ പൈസൻ വാലിയില് മുന്നാറെ എത്തി. ഓഷോ ക്യാമ്പിനെ അവിടെ എത്തി. ഓഷോ ക്യാമ്പിലാണോ ഇപ്പം? അവിടെ എത്തി. ഈ മുന്നാറാ ഇപ്പൊ നിക്കുന്നെ. അപ്പൊ ഇനിയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വേണ്ട. ഇല്ല, ഇത് ഞാനിപ്പോ മാറി നിൽക്കാം. നമുക്കിത് ബ്രേക്ക് ചെയ്യണ്ട. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഈ സബ്ജക്ട് മാറ്റർ ഒബ്ജക്ട് മാറ്ററേ ഞാൻ അതിലോട്ട് കടന്നില്ല കേട്ടോ. ഈ 16 അതിന് മുമ്പേ ഉള്ളത് വരെ നമുക്ക് നോക്കാം. അപ്പോ സ്റ്റാർട്ടിങ് വിത്ത് ദറ്റ് ആക്സിയോമാറ്റിക് ഒറിജിൻ അല്ലേ? അപ്പോ അതിനകത്ത് ഇത് ആക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് പോസിബിൾ ട്രൂത്ത് അത് വരുന്നതിന് മുമ്പേ നമ്മൾ ഈ ചെയ്തതെല്ലാം എന്തായിരുന്നു? ഒരു പാരഡോക്സ് ഉണ്ടെന്നും, അതായത് ഈ നോർമേറ്റീവ് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് എമർജ് ചെയ്യണമെങ്കിൽ നോർമലൈസേഷൻ, റീനോർമലൈസേഷൻ have to be applied correctly to the perpetual or the conceptual aspect of reality. അപ്പൊ അവിടെ വെച്ച് ഒരു സർട്ടിറ്റ്യൂഡ് ഉണ്ടോ, ബൈലാറ്ററൽ സർട്ടിറ്റ്യൂഡ് ഉണ്ടോ, ഫൈനൽ ആബ്സല്യൂട്ട് ബേസിസ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ആ ലിമിറ്റേഷൻ 2 വർഷത്തൊന്നും വന്നില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട്, പിന്നെ വേറെ ഉണ്ടല്ലോ നെയിംസ്. ഈ കൺസെപ്റ്റ്സിനൊക്കെ നെയിംസ് ഉണ്ട്, പെർസെപ്ഷനും നെയിംസ് ഉണ്ട്. ആ നെയിംസ് ശരിക്ക് അത് അറിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അതിന്റെ ഒക്കെ പറഞ്ഞല്ലോ. അതും കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ ആക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് പോസിബിൾ ട്രൂത്ത്. അപ്പൊ അത് ഈ കൺസെപ്റ്റും പെർസെപ്ഷനും തമ്മിൽ അതെങ്ങനെയാ ഇത് കൊണ്ടുവരുന്നത്, അതിനെങ്ങനെയാ ഉണ്ടാവുന്നത്? ആക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് ദ പോസിബിൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകടമാകുന്ന രീതിയിലുള്ള ട്രൂത്ത്. അത് എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്ന് പറയുമ്പം പെർസെപ്ഷനും വേണം, മറ്റേതിനും വേണം, കൺസെപ്ഷനും വേണം. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ആ പെർസെപ്ഷൻ കൺസെപ്റ്റ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. 2 ഡയറക്ഷനിൽ, പോൾസിന്റെ 2 ഡയറക്ഷനിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈലാറ്ററലായിട്ട് കൺസിഡർ ചെയ്താലേ ഉള്ളൂ ശരിയാകുന്നതെന്ന്. അപ്പൊ ഇതിങ്ങനെ സെൽഫ് എവിഡന്റ് എങ്ങനെ ആകുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ സെൻസ് വെച്ച് ചില കിട്ടുന്ന ഡേറ്റ അത് നമ്മുടെ ഉള്ളിൽ, പിന്നെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നു. ആ സെൻസസ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ ഗ്രഹിക്കുന്നു. അതിന് അനുസൃതമായിട്ട് നമ്മൾ ചില ധാരണകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു, കൺസെപ്റ്റ്സ് ഉണ്ടാവുന്നു, ധാരണകൾ ഉണ്ടാവുന്നു. The concept, in other words, has contingent relationship to the sense data. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ കാണുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ കൺസെപ്റ്റ്. എന്തോ കാണുന്നോ അതനുസരിച്ചായിരിക്കും കിട്ടുന്ന ഡേറ്റ, കിട്ടുന്ന കൺസെപ്റ്റ്. അപ്പോ എന്തായാലും ഈ പിന്നെ പെർസെപ്റ്റും, അതായത് ഗ്രഹിക്കുന്നതും പിന്നെ ധാരണ ഉണ്ടാവുന്നതും ഇതും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഈ ഗ്യാപ്പ് ഈ പറഞ്ഞ പോലെ ബൈലാറ്ററൽ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ കണക്ഷൻ ഉണ്ടെങ്കിൽ ട്രാൻസെൻഡ് ചെയ്ത്, അതായത് ട്രാൻസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായ മറ്റൊരു തലത്തിലോട്ട് പോയിട്ട് ഗ്രഹിക്കുന്ന ആ ഉന്നത തലത്തിൽ പോയി കിട്ടുവാണെങ്കിൽ, ആ സൈഡിൽ നിന്ന് നമ്മളിത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കണ്ടത് ഗ്രഹിക്കാൻ, പിന്നെ ധരിക്കാൻ പറ്റുന്ന ധാരണ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിൽ ട്രാൻസെൻഡ് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ ഈ ഗ്യാപ്പ് ഇങ്ങനെ ട്രാൻസെൻഡ് ചെയ്താൽ നമ്മൾ എവിടെ കൺസെപ്റ്റിലോട്ട് എത്തും. കൺസെപ്റ്റിലോട്ട് എത്തുമ്പം അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഉണ്ടൊരു കാര്യം. ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും അതിനുമൊക്കെ പേരുണ്ടല്ലോ, വേർഡ്സ് ഉപയോഗിച്ച്
അത് എക്സ്പ്രസ് ചെയ്യണം, നെയിം ചെയ്യണം. അപ്പോൾ അവിടെയും അതിനും നെയിമും ഒക്കെ ഉള്ളപ്പോൾ എന്താണ് ലാംഗ്വേജിന്റെ പ്രശ്നം. എവറി വേർഡ് ഇൻ ദ ഡിക്ഷണറി കോറസ്പോണ്ട്സ് ടു ഇറ്റ്സ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ധരിക്കുന്ന ഒരു കാര്യം ഇഫ് ഇറ്റ് പിന്നെ ധരിക്കുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിൽ യു ഹാവ് ഹാപ്പിനെസ് എന്ന് പറയും. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ഉണ്ടാവുന്ന ഹാപ്പിനെസ്. അല്ലെങ്കിൽ സോറോ എന്ന് പറയുമ്പോൾ അത് വേറെ ഒന്ന് വേർഡ്. അപ്പൊ ഇതും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫോഴ്സിന്റെ രണ്ട് പാർട്ട് കൺസെപ്റ്റും പ്രിസെപ്റ്റ്സ് മാത്രമല്ല, ഇതിന്റെയൊക്കെ വേർഡ്സ് കൂടെ കാണും. അപ്പോൾ ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ റിലേഷൻ ബിറ്റ്വീൻ സെൻസ് ഡേറ്റ ആൻഡ് പെർസെപ്റ്റ്സ് ഓൺ വൺ സൈഡ് and word and their corresponding concepts on the other remains constant and complete. അപ്പൊ അതെപ്പോഴും അങ്ങനെ ഒരു കാര്യൂടെ ഉണ്ട്. കൺസെപ്റ്റും അതിന്റെ വേർഡ്സും ഒരു വശത്ത്, മറുവശത്ത് സെൻസ് ഡേറ്റ ആൻഡ് അതായത് സെൻസസ് എന്തോ കാണുന്നു, എന്നിട്ട് അതനുസരിച്ച് ഉണ്ടാകുന്ന ഗ്രഹിക്കുന്ന കാര്യം എന്തോ ആണ് മൈൻഡില്, അതുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോൾസ് രണ്ടും മാത്രമല്ല, വെറും കൺസെപ്റ്റ്സും പെർസെപ്റ്റ്സും മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല. വേർഡ്സ് ഓഫ് കൺസെപ്റ്റ്സ് ഉണ്ട്, മറുവശത്ത് സെൻസ് ഡേറ്റയും ഉണ്ട്. അപ്പൊ അങ്ങനെ പോൾ എങ്ങനെ കുറച്ചുകൂടെ ഒരു പോളൂടെ വരും. ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ രണ്ട് പോളാണ് നമുക്ക് ഇപ്പൊ അറിയാവുന്നത്. കൺസെപ്റ്റ്സും വേർഡ്സും ഉള്ള ഒരു പോളും സെൻസും പെർസെപ്റ്റ്സ് ഉള്ള വേറെ സെൻസും കൺസെപ്റ്റിന്റെ നെയിം അല്ല കൺസെപ്റ്റ്സിന്റെ നെയിംസ് രണ്ടിനും കൺസെപ്റ്റിന്റെ നെയിംസ് കൺസെപ്റ്റ്സിലാണ് വരുന്നത് അല്ലേ? അതെ, നെയിംസ് കൺസെപ്റ്റ് ആണ്. ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അതായത് ആ പാരഗ്രാഫ് 14th പേജിലെ 3rd പാരഗ്രാഫ് എടുത്താല് പിന്നെ without entering into any further details of the structure at this preliminary stage, it will suffice for us to notice for the present that in the total structural situation, thought in the structural situation involved, there is a jump or gap existing vertically between immanent percepts and their own phenomenal, theological phenomenal, and their own phenomenal or transcendental aspects called names. അമ്മ അത് എവിടെയാണ് വായിക്കുന്നത്? പേജ് നമ്പർ 14 അതായത് നമ്മളിപ്പോ ഈ ആക്സിയോമാറ്റിക് ഒറിജിൻ കഴിഞ്ഞ പോസിബിൾ ട്രൂത്ത് എന്ന് പറഞ്ഞ പേജ് 13 മറിച്ചാൽ പേജ് 14 മൂന്നാമത്തെ പാരഗ്രാഫ്, രണ്ടാമത്തെ പാരഗ്രാഫ് പിന്നെ പറയാം. ഈ മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് വന്നത് അപ്പൊ ഈ കണ്ടിന്യൂറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. വിത്തൗട്ട് എൻട്രിങ് ഇൻടു ഫർദർ ഡീറ്റെയിൽസ്. കിട്ടിയോ? രണ്ട് പാരഗ്രാഫ് അല്ലേ അമ്മ അതിന്റെ അകത്തുള്ളൂ? പേജ് 14 രണ്ടാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് വരാമോ? Even if we find it necessary to avoid this theological second limit and prefer it, അത് 15th പേജ് അല്ലേ അമ്മേ? അത് ഇത് ഇപ്പൊ ഞാൻ പറയുന്ന 14ാമത്തെ പേജാ ഉദ്ദേശിച്ചത്. അതില് the pole of force we have entered in preliminary fashion into this interrelation between sense data, percept, concept and names of words corresponding to them to bring into relief the other pole which is represented by what we call the perceptual or laboratory centered source of knowledge. Axiomatic thinking അതാണ് നമ്മൾ പറയുന്നത് അല്ലേ? Axiomatic thinking does not originate in the experimental world proper to physics. On the contrary, all axiomatic thinking has in full measure adallalo that a priori implicit in it and should therefore be delegated to the pole where general ideas originate within the structure of total human understanding. അവിടെ പോയി അല്ലേ? ഓക്കെ. So you gone to from 14th പേജിലെ ലാസ്റ്റ് പാരയിലാ പോയതല്ലേ? അതല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതിന് തൊട്ട് മുമ്പത്തെ കാരണം നമ്മൾ ആ പറഞ്ഞ the pole of possibility or of all possibility is recognized as the a priori where axiomatic thinking has its fullest validity. അപ്പൊ അവിടെ ആ പോയിന്റിലാ പറയുന്നത്. നമ്മുടെ ഈ പാരഗ്രാഫിൽ അതാണ് പറയുന്നത്.
there is a gap existing vertically അതിന്റെ തൊട്ട് മുകളിലോട്ട് ഓർത്തോട്ട് പോയ existing vertically between ontological or immanent percepts and their phenomenon own theological എന്ന് പറഞ്ഞാൽ ആ പെർസെപ്ഷന് അനുസൃതമായിട്ട് ആ ഫെനോമിനൽ ആയിട്ടുള്ള കാര്യം കാണുന്നത് പെർസെപ്റ്റ്സ് ആൻഡ് ദെയർ ദറ്റ് എന്താണ് എന്തോ സെൻസസ് എന്ന് പറയും സെൻസ് ഡേറ്റ കാണും. സെൻസ് ഡേറ്റ ഇത് രണ്ടും കാണും. പെർസെപ്ഷൻ ഫെനോമിനൽ ആ സംഭവം അവിടെ നടക്കുന്നതും പിന്നെ നമ്മുടെ പിന്നെ പെർസെപ്ഷനും ഇന്ദ്രിയം പെർസീവ് ചെയ്യുന്നതും മനസ്സ് പെർസീവ് ചെയ്യുന്നതും അതുകൊണ്ട് പിന്നെ ഇത് കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ നിന്നും പിന്നെ ആക്സിയോമാറ്റിക് അതായത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതായിരിക്കണം എന്നുള്ള ആ ഇന്റർപ്രിട്ടേഷൻ ട്രാൻസെൻഡന്റൽ ആയിട്ട് നമ്മൾ ചില കൺസെപ്റ്റ്സ് നമുക്ക് വരും, മനസ്സിൽ ചില ധാരണകൾ വരും. ആ കൺസെപ്റ്റ്സിന് നെയിംസ് ഓർ കൺസെപ്റ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇൻ ദിസ് ദർ ഈസ് എന്താണ് ആംബിവാലൻസ് പറഞ്ഞാൽ നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ടും മിക്സ്ഡ് ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ രണ്ട് പോൾസ് പിന്നെ ഉണ്ട്. The pole of possibility or of all possibilities is recognized as a priori എന്ന് പറഞ്ഞാൽ ഈ നെയിംസും ഈ കൺസെപ്റ്റ്സും വരുമ്പം എ പ്രയോറി where axiomatic thinking has its fullest validity എന്ന് പറഞ്ഞാൽ ആ ബേസിസിൽ അവിടുന്ന് ഒന്ന് ഈ അറിയുന്ന അതായത് മീൻസ് എന്താ പറയാ നോ നീഡ് ടു പ്രൂവ് അത് ശരിയാണെന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ചിന്ത വരും. നമ്മുടെ ഈ കാണുന്ന സെൻസസിൽ നിന്ന് ഒക്കെ കിട്ടിയ കാര്യം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദാറ്റ് ഈസ് കോൾഡ് ആക്സിയോമാറ്റിക് തിങ്കിങ് എന്ന്. ദർ ഇസ് നോ നീഡ് ടു പ്രൂവ് എനിത്തിങ്. അത് സെൽഫ് എവിഡന്റ് ആണെന്നുള്ള രീതിയിൽ ആ തോട്ട് അങ്ങനെ അങ്ങ് വരുമെന്ന്. അറ്റ് അതർ എക്സ്ട്രീം ഓഫ് ദ സെയിം വെർട്ടിക്കൽ അപ്പോൾ ഇതിന്റെ ഈ വെർട്ടിക്കൽ അതായത് ഈ പോളിന്റെ ഒരു വശത്ത് നമുക്ക് എപ്രയോറി ആയിരിക്കും, മറുവശത്ത് പിന്നെ എ പോസ്റ്റീരിയോറി. അതായത് പക്ഷെ എ പോസ്റ്റീരിയോറി ചിലർക്ക് ആ രീതിയിൽ അവിടെ നിൽക്കും, മറ്റേത് പിന്നെ ആക്സിയോമാറ്റിക് തിങ്കിങ് പൂർണ്ണമായിട്ടുള്ളത് ആ ഭാഗം എപ്രയോറി ആയിരിക്കും. ആക്സിയോമാറ്റിക് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്സിയോമാറ്റിക് തിങ്കിങ് ഈസ് അപ്പൊ അത് എന്താണ് ഒരു ധാരണ ഉണ്ടാകുകയാണ്. ആ ധാരണ ഉണ്ടാകുന്നത് എങ്ങനെന്ന് പറഞ്ഞാൽ പിന്നെ പെർസെപ്ഷന്റെയും കൺസെപ്റ്റിന്റെയും തമ്മിലുള്ള ഗ്യാപ്പിനെ ട്രാൻസെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ പെർസെപ്റ്റിന്റെ തലത്തിൽ നിന്നും ട്രാൻസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ കടന്ന് ബൈലാറ്ററൽ കൺസിഡറേഷൻ വേണം എന്ന് പറഞ്ഞില്ലായിരുന്നു ഇന്നലെ? ബൈലാറ്ററൽ കൺസിഡറേഷൻ വേണം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ കാണുമ്പം അതിനനുസൃതമായിട്ട് നമുക്കുണ്ടാവുന്ന ധാരണ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ കൺസിഡറേഷൻ വെച്ചിട്ട് ചെന്നെത്തുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ള പിന്നെ ഒബ്വിയസ് ആയിട്ട് വരുന്ന പ്രൂവ് ചെയ്യേണ്ട. അതാണ് ആക്സിയോമാറ്റിക് തിങ്കിങ്. അപ്പം ഈ കൺസെപ്റ്റ്സും പ്രിസെപ്റ്റ്സും നിന്ന് ഉണ്ടാകുന്ന ഒരു ധാരണയാണ് ആക്സിയോമാറ്റിക് തിങ്കിങ്. അതാണ് നമ്മൾ പറയുന്നത്. അതെ 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 അത് പിന്നെ എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ദ ലെവൽ ഓഫ് ദ സെൻസസ് ബട്ട് അറ്റ് ദ ലെവൽ ഓഫ് ഹയർ ഇന്റലിജൻസ് എന്ന് വിചാരിച്ചു. ഹയർ ഇന്റലിജൻസ് ആ ഒരു തലത്തിൽ നിന്ന് അത് ട്രാൻസെൻഡന്റൽ എന്ന് പറയുന്നില്ലേ? ട്രാൻസെൻഡന്റൽ ആസ്പെക്ട്സ് കോൾഡ് നെയിംസ് ആൻഡ് ഓർ കൺസെപ്റ്റ്സ്. ട്രാൻസെൻഡന്റൽ അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് പോയിട്ട് ഒരു ഹയർ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി സത്യമായിട്ട് വരും. ഒബ്വിയസ്ലി ട്രൂ ആണ്, അതിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഗ്യാപ്പിനെ, അതായത് ഇതിനെയും കൺസിഡർ ചെയ്യണം, പെർസെപ്ഷനെ കൺസിഡർ ചെയ്യണം, കൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ധാരണയും കൺസെപ്റ്റ് ചെയ്ത് രണ്ട് ഡയറക്ഷനിൽ രണ്ടിനെയും അനുവദിച്ച് അങ്ങനെ വരുന്ന ആ അറിവാണ്, ആ ധാരണയാണ് ആക്സിയോമാറ്റിക് തിങ്കിങ്. അത് ഫുൾ ഓപ്പറേറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഈ എന്താണ് എപ്രയോറി കിട്ടുന്നതെന്ന് ഉള്ള ആ രീതിയിൽ വരും. വേറെ ഒരു വശത്താണെങ്കിൽ
എക്സിയോമാറ്റിക് തിങ്കിങ് അല്ല, ഓൺലി സെൻസ് ഡേറ്റ ഉള്ളത്. അത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന ചിലരുണ്ട് ഒരു മറുവശത്ത്. But that kind of thinking is not what you call that a priori thinking or axiomatic thinking. It is just a posteriori thinking. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണത്രേ വി കം ടു ദ നോമിനൽ എന്ന് പറഞ്ഞാൽ പേരും ഒക്കെ നോക്കുന്നത്, which is at the basis of the sentence. One can call at the other extremes of the vertical axis we can locate a corresponding pole where instead of axiomatic thinking we have a mutual exclusion between given sets of sense data. This can be called a source of posteriori thinking. Thus we can come back to the nominal. എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഹയർ ലെവലിൽ പോയിട്ട് ചിന്തിക്കുന്നില്ല. ആ ഡേറ്റ വെച്ച് സെൻസ് ഡേറ്റ കിട്ടിയില്ലേ, സെൻസ് ഡേറ്റ കിട്ടിയിട്ട് മൈൻഡിൽ തന്നെ എന്തോ ഉണ്ടാവുന്നുണ്ട്, ചിലത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ ഗ്രഹിക്കുന്ന ആ തിങ്കിങ്ങിനാണ് എ പോസ്റ്റീരിയോറി തിങ്കിങ്. അപ്പൊ അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? അതിനെന്താ കൊടുക്കുമായിരിക്കും? ഐ തിങ്ക് ഇതിന് ഇത് കൊടുക്കും, എന്താണ്, ആട്രിബ്യൂട്ട്സ് കൊടുക്കും. മറ്റേത് ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നേക്കാട്ടും നല്ല അതിന്റെ ആ സത്യം ശരിയായ ഉള്ള ആ എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള ആ കൺസെപ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെ അതിന്റെ ആ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷന്റെ ആ പാർട്ടിൽ കുറച്ചുകൂടെ അത്രയും ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നില്ലായിരിക്കും. അതാണോ എന്ന് എനിക്ക് എന്തൊരു സംശയം. കാരണം one can call a rose by any name. അത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ എന്താ നോക്കുന്നത്? അതിന്റെ ഒരു ആട്രിബ്യൂട്ട് എന്താണ്? റോസിന്റെ സ്മെല്ല്. അപ്പൊ ആ സെൻസ് സ്മെല്ലിൽ നിന്നും ഉള്ള ആ പോയിന്റ് വരെ ചിന്തിക്കുന്നുള്ളൂ, പക്ഷെ അതിനപ്പുറം കടന്ന് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. മനസ്സിലായി. ആ മറ്റേ തലത്തിലോട്ട് പോകുന്നില്ല. അപ്പോ ഇതാണ് എ പോസ്റ്റീരിയോ തിങ്കിങ്ങും എ പ്രയോറി തിങ്കിങ്ങും എടുത്താൽ നമുക്ക് പിന്നെ ആബ്സല്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എക്സിയോമാറ്റിക് തിങ്കിങ് അല്ലേ നല്ലത്. അവിടെയല്ലേ നമ്മൾ ഇതിനകത്ത് പോകുന്നത്, എന്താ മെറ്റാഫിസിക്കലിൽ പോകുന്നത്. അല്ലെങ്കിൽ മെറ്റാഫിസിക്സിലോട്ട് പോകാൻ പറ്റത്തില്ല. എവിടെ നിൽക്കും? ഫിസിക്സിൽ നിൽക്കുമ്പം ഫിസിക്കൽ വേൾഡില്, ഭൗതിക ലോകത്തില് ആ തലത്തിൽ നിൽക്കും. എക്സ്റ്റേണലി ഓറിയന്റഡ് സ്മെല്ലും. ഈ ബോട്ടം പോൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തോ ഹിയർ വി ഹാവ് axiomatic thinking which resides at the top pole and necessary to exclude contradiction as between actual aspects at the bottom pole. ബോട്ടം പോൾ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം പോൾ എന്ന് പറഞ്ഞാൽ ഈ പോളിന്റെ രണ്ടറ്റമാണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? റിസൈഡ്സ് അറ്റ് ദ ടോപ്പ് പോൾ. പോൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയാം, രണ്ട് പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേറ്റ് വെർട്ടിക്കൽ പോൾ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതെ, വെർട്ടിക്കൽ ആക്സിസ്. അറ്റ് ദ അതർ എക്സ്ട്രീം ഓഫ് ദ സെയിം വെർട്ടിക്കൽ ആക്സിസ് we can locate a corresponding pole instead of axiomatic thinking. അതന്നെ, ഒരു സ്ട്രേറ്റ് ഒരു പോളിന്റെ ഒരറ്റത്തെ ആക്സിയോമാറ്റിക് തിങ്കിങ്ങും മറുവശത്ത് അതായത് എ പ്രയോറിയും താഴോട്ട് വരുമ്പം മറ്റേതും എന്താണ് ബോട്ടം പോൾ എന്ന് പറയും. അതാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. Okay. Well, you can lock it, sir. It's no problem. Okay. Samyam. കണ്ടിന്യൂ ചെയ്യാമോ? Okay. അപ്പൊ ഈ ഒരു അപ്പൊ നമ്മൾ എന്തിലോട്ടാ വരുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ, കൺസെപ്റ്റിലും മറ്റേതിലും നമ്മൾ സ്റ്റക്കായി ഗ്യാപ്പ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നാൽ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആ യൂണിഫൈഡ് ആയിട്ടുള്ള ആ ഒരു പിന്നെ യൂണിഫൈഡ്
what was that exact word that even നമുക്ക് വേണ്ടി യൂണിഫൈഡ് സയൻസ് വേണം. യൂണിഫൈഡ് സയൻസ് വേണം. ആ യൂണിഫൈഡ് സയൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നതെന്ന് ഉള്ള പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആബ്സല്യൂട്ടും വേണം അവിടെ, യൂണിഫൈഡ് സയൻസും വേണം, രണ്ടും വേണം ഇല്ലേ? ഇന്റഗ്രേറ്റഡ് സയൻസ് വേണം, ഇന്റഗ്രേറ്റഡ് സയൻസും വേണം, ആബ്സല്യൂട്ടും വേണം. അപ്പൊ ആബ്സല്യൂട്ടിന്റെ കാര്യം നമ്മൾ അത്രയും അതിലോട്ട് വന്നിട്ടില്ല, ഇനിയും വരുന്നേ ഉള്ളൂ. പക്ഷെ ഇന്റഗ്രേറ്റഡ് സയൻസ് അല്ലെങ്കിൽ യൂണിഫൈഡ് സയൻസ് വേണമെങ്കിൽ അതിന് ഇതിനു മുമ്പ് ഒരു സെക്ഷനിൽ പറഞ്ഞു 2-3 കാര്യങ്ങൾ വേണമെന്ന്. എപ്പിസ്റ്റമോളജിക്കൽ, ആക്സിയോളജിക്കൽ ആൻഡ് വേറെ മെത്തഡോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇത് ഇവോൾവ് ചെയ്ത് വന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഈ ഏകീകൃത ഒരു ആ സയൻസിൽ ചെന്നെത്താൻ, ഇന്റഗ്രേറ്റഡ് സയൻസിൽ ചെന്ന് എത്താൻ പറ്റുള്ളൂ എന്ന് ഒരു പോയിന്റ് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെയാണ് ഇത് എക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് പോസിബിൾ ട്രൂത്ത് ഓർ ദ യൂണിഫൈഡ് സയൻസിലോട്ട് പോകുന്ന, അതായത് ബ്രഹ്മവിദ്യയിലോട്ട് പോകുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ എക്സിയോമാറ്റിക് ഒറിജിൻ എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനാണ്. നമ്മൾ ഒരു സെൻസ് ഓബ്ജക്ട് considering that there is a difference between precepts, അതായത് ഹലോ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? Considering that there is a difference between perception and conception. Perception perceive ചെയ്യുന്നത്, കൺസെപ്ഷൻ മനസ്സിൽ അല്ലെങ്കിൽ ഹയർ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൺസീവ് ചെയ്യുന്ന ചില പോയിന്റ്സ്, തിങ്കിങ് എന്ന് പറയാം. അപ്പം പെർസെപ്ഷൻ എന്ന് പറയുന്നത് സെൻസ് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പം പറഞ്ഞു ഇതിന്റെ ഗ്യാപ്പ് മാറ്റാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ 2 വശത്തു നിന്ന് 2 പോയിന്റ്സിനും കൺസിഡറേഷൻ കൊടുത്താൽ, രണ്ടിനെയും കൺസിഡർ ചെയ്താൽ ഈ പെർസെപ്ഷൻ എടുത്തിട്ട് ആ സെൻസസിന്റെ ഡേറ്റയും എടുത്തിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്ത് അതിനൊരു ആൻസർ, ആ ഗ്രഹിച്ച ആ വസ്തുതയെ അതിന് ഒരു ആൻസർ കൊടുക്കാൻ നമ്മൾ ഒരു ഹയർ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിനെ കുറിച്ചൊരു വ്യാഖ്യാനോ ഒരു ഐഡിയ അതിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്തു വരുവാണെങ്കിൽ കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റിന് പേരുമുണ്ട്, നെയിംസ് ഓർ കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് ആർജിച്ചെടുക്കുമ്പം അപ്പൊ അവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആക്സിയോമാറ്റിക് തിങ്കിങ് ആണ്. കാരണം അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പോകുന്നതാണ്. അതിന് പ്രൂഫ് ഒന്നും കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി ട്രൂ ആണെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ്. ബിക്കോസ് ആക്സിയോമാറ്റിക്കിന്റെ മീനിങ് ഇസ് വിച്ച് ഇസ് ഓബ്വിയസ്, വിച്ച് ഇസ് സെൽഫ് എവിഡന്റ്, വിച്ച് ഇസ് അൺക്വസ്റ്റ്യനബിൾ, വിച്ച് ഇസ് നോട്ട് വിച്ച് ഇസ് ടേക്കൻ ഫോർ ഗ്രാന്റഡ്. അത് അങ്ങനെ ആയിരിക്കും, സെൽഫ് എവിഡന്റ്, സ്വയം അത് പിന്നെ പ്രകടമാകുന്ന പോലെ. അപ്പോ ആ ഹയർ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇതിന്റെ ഒരു ആൻസർ കണ്ടെത്തുവോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആ ചിന്താഗതിക്കാണ് എപ്രയോറി എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ആ ഒരു ഹയർ ലെവലിൽ പോയിട്ട് കിട്ടുന്ന ആ കൺസെപ്റ്റ് എപ്രയോറിയാണ്. ഒരു പിന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പോളിന്റെ ഒരു വശത്തെ ആ ചിന്തയുടെ ഒരു രീതിയാണ് ആക്സിയോമാറ്റിക് ചിന്തിക്കുന്ന രീതി. എന്നാൽ മറുവശത്ത് അത്രയും ഗഹനമായിട്ട് അത്രയും ഹയർ ഇന്റലിജൻസ് ഉപയോഗിക്കാതെ ആ സെൻസസിന്റെ ആ തലത്തിൽ നിന്ന് കണ്ടതിനെ കുറിച്ച് സ്മെൽ ഇന്ദ്രിയത്തിൽ തലത്തിലുള്ളതാണ്. എന്നിട്ട് റോസിനെ കണ്ടു, കണ്ണും കൊണ്ട് കണ്ടു, പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ റോസ് അങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ അതിന് സ്മെല്ലുണ്ട്. അത് പക്ഷെ ഏത് പേര് കൊടുത്താലും അതേ സ്മെല്ലാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പം ആ ഒരു ഗ്രഹണം, ആ തരം ഒരു തിങ്കിങ് ഇസ് കൺഫൈൻഡ് ടു ദ വാട്ട്സ് എ സെൻസ് ഡേറ്റ, ടു ദ സെൻസ് ഡേറ്റ ഓർ ടു ദ വാട്ട് യു കോൾ ദാറ്റ് പെർസെപ്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് എ പോസ്റ്റിജോറി എന്ന് പറയുന്നത്. അതാണ് മറുവശത്തുള്ളത്, ആ പോളിന്റെ മറുവശത്തുള്ളത്. അപ്പോ അങ്ങനാണ് ഈ ആക്സിയോമാറ്റിക് തിങ്കിങ് എന്തിന്റെ ഒരു ബേസ് ആണ് ആ യൂണിറ്റീവ് സയൻസിലോട്ട് പോകാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണ് ഇന്നത്തെ ഈ ഇതിൽ പറയുന്നത്. പിന്നെ അപ്പൊ ഇതിലും പറയുന്നുണ്ട് കണ്ടോ, താഴോട്ട് ആ താഴത്തെ പാരഗ്രാഫില്
we have entered in a preliminary fashion into this interrelationship between sense data, percepts, concepts and names or words corresponding to them, so as to bring into relief the other pole which is not represented by what we have called the perceptual or laboratory centered source of knowledge. അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തു. Axiomatic thinking does not originate in the experimental world proper to physics. അത് ശരിയല്ലേ? അത് ഹയർ ഇന്റലിജൻസിന്റെ ലെവലല്ലേ ഉപയോഗിക്കുന്നത്. സെൻസസിന്റെ ലെവല് ആക്സിയോമാറ്റിക്, അതാണ് പറയുന്നത്. ആക്സിയോമാറ്റിക് തിങ്കിങ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഇൻ ദ എക്സ്പെരിമെന്റൽ വേൾഡ് പ്രോപ്പർ ടു ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആ സെൻസസിലല്ല അത് ഉള്ളത്. ഓൺ ദ കോൺട്രറി, ഓൾ ആക്സിയോമാറ്റിക് തിങ്കിങ് ഹാസ് ഇൻ ഫുൾ മെഷർ the a priori implicit in it and should therefore be delegated to the pole where general ideas originate within the structure of total human understanding, cognizance അല്ലെങ്കിൽ ആ കോൺഷ്യസ്നസ് ലെവൽ എന്ന് പറയാം. ആ ഒരു തലത്തിൽ അവിടാണ് അത് ഉണ്ടാവുന്നതെന്ന്. സെൻസസിന്റെ അവിടെ അല്ല ഉണ്ടാവുന്നത്. ഈ എക്സിയോമാറ്റിക് തിങ്കിങ് ഉണ്ടാവുന്ന ഒരു ഹയർ ലെവലിലാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. മനസ്സിലായി. The conceptualized version of both the immanent and the transcendental aspects of reality should be comprised within the scope of this pure logical parameter. അല്ലേ? ബുദ്ധിയുടെ അതല്ലേ അവർ പറയുന്നത്. മനസ്സിലായി. This is called the metaphysical or the ultraphysical. അപ്പൊ അതാണ് ആക്സിയോമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇമ്മനന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻസ് എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ സെൻസ് ഡേറ്റ എന്ന് പറയാം, അങ്ങനെ പറയാം. ഇമ്മനന്റ് അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഇമ്മനന്റ് സെൻസ് ഡേറ്റ അല്ല, അതിന്റെ വേറെ ഒരു മീനിങ് ഉണ്ട് അതിന്. ഞാനത് എടുത്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി നോക്കാം. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നറിയാം, ഒന്നിന് എന്തിനെങ്കിലും അതീതമായിട്ട്, അതായത് ഇപ്പൊ സെൻസസിന് അതീതമായിട്ട് ഒരു ഹയർ ഇന്റലിജൻസിന്റെ ഒരു ലെവലില് അങ്ങനെ വിചാരിക്കാം. ട്രാൻസെൻഡന്റൽ ആസ്പെക്ട് ഓഫ് റിയാലിറ്റി അല്ല. ഇമ്മനന്റ് എന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ നമുക്ക് കാണാന് പെർസീവ് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുന്നത്. അതാണ് എന്റെ ഇമ്മനന്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. അത് ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല. ഇത് ഇമ്മനന്റ് ട്രൂത്ത്. നമുക്ക് ഈ ആക്സിയോമാറ്റിക് വേർഡിന്റെ മീനിങ് അതാണ്. ദാറ്റ് വിച്ച് ഈസ് സെൽഫ് എവിഡന്റ്, ഇമ്മാനന്റ്, ഉള്ളതുപോലെ തന്നെ. അല്ലല്ല, സെൽഫ് എവിഡന്റ് ആക്സിയോമാറ്റിക്കലി ഈ കോണ്ടെക്സ്റ്റിൽ ഇദ്ദേഹം പറയുന്നത് ഇത് രണ്ട് ഇമനന്റും, അതായത് നമുക്ക് അതിന്റെയും ഈ പറയുന്ന ട്രാൻസിഡന്റലും തമ്മിൽ ചേരുന്ന കോൺസെപ്ച്വലൈസ് വെർഷൻ ഓഫ് ബോത്ത് ഇമനന്റ് ആൻഡ് transcendent aspect of reality should be comprised within the scope of this pure logical parameter. അതാണ് ആക്സിയോമാറ്റിക് തിങ്കിങ് എന്ന് അദ്ദേഹം പറയുന്നത്, അല്ലേ? അതിന്റെ ഒറിജിൻ അവിടെ. എന്റെ അമ്മ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്വാമിയമ്മക്കേ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ട് ഇരുന്നിട്ട് ഉച്ചയായപ്പോഴാണ് ഞാൻ സ്വാമിയമ്മ ഇപ്പൊ വന്നെടുത്ത് വായിച്ചു. എനിക്ക് എന്ത് ഒരു പിണ്ണാക്കം മനസ്സിലാവുന്നില്ല. ഞാൻ ഫുൾ സ്വാമിയമ്മക്ക് സറണ്ടർ ചെയ്തിരുന്നതാണ് ഇത് പറഞ്ഞു തന്ന. അല്ല, ഞാൻ പറയട്ടെ, ഞാനിത് മനസ്സിലാക്കാനും നോക്കി ഞാൻ പറഞ്ഞു ഒരു 1/2 ദിവസം എനിക്ക് എടുത്തു. ഞാൻ പറയട്ടെ, ഇറ്റ്സ് നോട്ട് സോ ഈസി, യു നോ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അല്ല, ശരിക്കും സമയമ്മ ഈ ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇത് ആളുകൾ കേൾക്കുവാൻ മനസ്സിലാക്കാൻ ചെയ്യും. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാൽ 1 among 1000 or 1 among ഇത് ലാക്കിൽ ഒരാൾക്കേ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും.
അങ്ങനത്തെ ഒരു ബുക്കാണ്. അത് പിന്നെ പറയണ്ട, ചിന്താതി ഇത് ഇപ്പൊ ആക്സിയോമാറ്റിക് തിങ്കിങ് ആണത്. അപ്പൊ നോബഡി വുഡ് ബി ഈവൻ ടേക്ക് എ പെയിൻ ടു റീഡ് എ സിംഗിൾ സെന്റൻസ്. കാരണം ഇത് മനസ്സിലാക്കാൻ അത്ര പാടാണ്. അതെ. അപ്പൊ ഈ ശരിക്കും ഇത് വാങ്ങിച്ച് നമുക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റിയാല് അത് സമൂഹത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസാണ്. ഇത് ഒരു സിറ്റിംഗ് പോരാ, 2 സിറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ഇറ്റ്. അതെ അതെ. അപ്പൊ ഗുരുജി ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഗുരുജി പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് സിറ്റിംഗ്സ് ഇങ്ങനെ കഴിഞ്ഞ് ഒരു 10-20 സിറ്റിംഗ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ, കാരണം ഈ പറയുന്ന ഡേറ്റ എല്ലാം നിങ്ങളുടെ ബോധത്തിലുള്ളതാണ്. അപ്പം അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി, ബോധത്തിന് തെളിഞ്ഞു വരും. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ബുദ്ധിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് ആദ്യം നിങ്ങൾ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണരും. ഏത് സോൾ നോളജ് ഉണരും. അപ്പൊ നിങ്ങൾ കണക്ട് ആയിക്കോളും. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ആദ്യം അതല്ലേ, ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദ ഹോൾ തിങ്. ഇത് അറിയുന്നത് പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയും, സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിയും കേട്ടോ. പക്ഷെ ഇതിന്റെ മെക്കാനിസമാണ് ഇവിടെ എങ്ങനെ നമ്മൾ അതിലോട്ട് ചെന്നെത്തുന്നു എന്നുള്ളത്. ഇതിന്റെ അകത്ത് കുറച്ച് ഈ വെർബൽ ജാർഗൺ ഉണ്ട്. വെർബൽ ജാർഗൺ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭയങ്കരമായിട്ടുണ്ട്. ഫെമിലിയാരിറ്റി ആയി വരണം. ആ ഫെമിലിയാരിറ്റി വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ. പക്ഷെ ഒരു കാര്യം, ഗൂഗിളിനകത്ത് പോയാൽ ഇതിന്റെ എല്ലാത്തിന്റെയും മിക്കവാറും ഉള്ളത് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആക്സിയോമാറ്റിക് നോക്കിയപ്പം ഇങ്ങനെ പറഞ്ഞു സെൽഫ് എവിഡന്റ് ആണ്. പക്ഷെ ഇപ്പൊ സാമാന്യമ്മ പറഞ്ഞപ്പോഴാണ് സെൽഫ് എവിഡന്റ് എന്ന് പറയുന്ന എന്താണ് ഈ ആക്സിയോമാറ്റിക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അതെ, അത് നമ്മളെ ലോജിക് പ്രകാരം ചിന്തിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്ന ആ ഒരു പോയിന്റിൽ. അപ്പൊ ഇത് പക്ഷെ അതുപോലെ ഇന്ന് രാവിലെ ഇരുന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഡബിൾ നെഗേഷൻ, ഡബിൾ അസേർഷൻ. എനിക്ക് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ അതെന്തായിരുന്നോ, നേത്തി ഇത്തിയാണോ? എനിക്കൊരു സംശയം വരുന്നു ഇപ്പൊ. അത് അതായിരിക്കും. ഡാർക്ക് ലൈറ്റ് ഉണ്ട്, ഇത്തി ലൈറ്റ്. ഡാർക്ക്നെസ് ആണെങ്കിൽ നേത്തി അതായിരിക്കും. ആർക്കറിയാം. അത് നമുക്ക് ഇന്നലെയും അത് ഡിസ്കസ് ചെയ്തപ്പോ മനസ്സിലാവാത്ത ഒരു ആസ്പെക്ട് ആയിരുന്നു. ഡബിൾ നെഗേഷൻ, ഡബിൾ അസേർഷൻ. ഇതെനിക്ക് അതാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇനി പോയി ഇരുന്ന് ഒന്നുകൂടെ വായിക്ക്, ഇതൊന്നുകൂടെ വായിക്ക്. ഇന്നത്തേക്ക് ഇത്രയും മതി. അത് തന്നെ. പിന്നെ ബാക്കി ഈ ഒരു പേജിൽ 2 പാരഗ്രാഫോട് വായിച്ചിട്ട് നമുക്കത് നിർത്താം. അതായത് അക്കോർഡിംഗ് ടു Descartes has marked clearly the limits within which metaphysical thought may be said to live and move. ശ്രദ്ധിച്ചോണം. When he indicates in his discourse on method that ഒരു ടേം ഉണ്ട് അവിടെ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. കോഗ്നിഷൻ ആയിരിക്കും. കോഗ്നിറ്റോ എർഗോസം എന്ന് പറഞ്ഞാൽ ഈ അറിയുന്നത്. കോഗ്നിറ്റീവ് എർഗോസം എന്ന് പറയുന്നത് ഗ്രോസ് ആയിട്ട് വരുന്നതും, കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതും. കോഗ്നിഷൻ ഷുഡ് ബി അറ്റ് എ ഹയർ ലെവൽ. സെൻസ് ലെവലിലല്ല, മറ്റേ ലെവലിൽ വേണം. ആ ഹയർ ലെവൽ കോൺഷ്യസ്നസ് ലെവലിലുള്ള കോഗ്നിഷൻ ആയിരിക്കണേ. It is a natural starting point for all systematic doubting or speculation. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അക്കോർഡിംഗ്ലി ദ നോളജ്, അതുകൊണ്ടാണ് ഈ നോളജ് വരുന്നത് മനുഷ്യന്. ഐ തിങ്ക് therefore I am മീൻസ് I am what I think എന്ന് പറയത്തില്ലേ, അത്. accordingly the knowledge I think therefore I am. ഞാൻ ചിന്തിക്കുന്നുണ്ട്, വാട്ട് എവർ ഐ തിങ്ക് ദാറ്റ് ഐ ആം എന്നുള്ള അത് ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. ഇസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് സർട്ടൻ ദാറ്റ് occurs to one who philosophizes in an ordinary way. He further adds that God is the source of all general ideas.
then the mind afterwards reviews the different ideas that are in it. It discovers what is by far the chief among them. Chief of them endana? That of a being that is omniscient, everywhere. It is all knowing, omniscient, all powerful, and absolutely perfect. And it observes beyond time, space, and it observes that in this idea there is contained not only possible and contingent existence, as in the idea of all other things which it clearly perceives, but existence absolutely necessary and eternal. അപ്പൊ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അപ്പൊ ഇനി പോയി ഒന്നുകൂടി വായിക്കാം, അപ്പോഴേ പിന്നെ ഇത് നമുക്ക് നോക്കാം. ടുമോറോ അപ്പൊ ഒന്നുകൂടി ശരിയാവും. നല്ലൊരു പണിയാണ്. അയ്യോ, കാരണം ഇത് എന്ന് വെച്ചാൽ അത് കാരണം ഇപ്പൊ സമയത്ത് അത്രമാത്രം അതിലേക്ക് ആഴത്തിലേക്ക് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഒരു സെന്റൻസ് പോലും ഇത് കിട്ടില്ല. അത് കിട്ടില്ല. അയ്യോ, ഞാൻ കുറെ ഇരുന്ന് നോക്കി, പക്ഷെ മറ്റേ സബ്ജക്ട് മാറ്റർ ഒബ്ജക്ട് മാറ്റർ നോക്കാൻ നോക്കി, പക്ഷെ പറ്റില്ല. ഇതിൽ ഈ ലാംഗ്വേജ് ജാഗരണം ഉള്ളതും കൊണ്ട് വലിയ ഒരു ടൈം കൺസ്യൂമിങ് ആണത്. അതെ, മറ്റേ നമ്മുടെ ഷേക്സ്പിയറിയൻ ലാംഗ്വേജിന്റെ ആ ഒരു ശൈലി വരുമ്പോഴേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചതല്ലേ, അപ്പൊ അവർ ഇംഗ്ലീഷ് വളരെ വളരെ ആ ലെവലിലുള്ളതായിരിക്കും. അപ്പൊ നമുക്കത് അത്രയും അറിയില്ല. അപ്പൊ നമ്മളത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതാണ് ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ളത്. എന്തായാലും താങ്ക് യു. നമുക്കുണ്ടായി.